ഇന്ത്യൻ സൈനിക വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയ സംഭവത്തിൽ ഒരു ഇന്ത്യൻ യൂട്യൂബറെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഹരിയാന ഹിസാർ സ്വദേശിയായിട്ടുള്ള ജ്യോതി മൽഹോത്ര എന്ന ജ്യോതി റാണിയാണ് അറസ്റ്റിലായത്. പാകിസ്ഥാൻ ഇന്റലിജൻസിന് ജ്യോതി സുപ്രധാന വിവരങ്ങൾ കൈമാറിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ജ്യോതി യൂട്യൂബിൽ പങ്കുവച്ച ഓരോ വീഡിയോയും അന്വേഷണ സംഘം സൂക്ഷ്മതയോടെ പരിശോധിക്കുകയാണ്. ഇന്ത്യയിലെ പലയിടങ്ങളിലും ജ്യോതി സന്ദർശനം നടത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ കേരളവും ഉൾപ്പെടുന്നു. ഇൻസ്റ്റഗ്രാം പേജിൽ കേരളത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ പിൻ ചെയ്തുവരെ ജ്യോതി വെച്ചിട്ടുണ്ട്. കൊച്ചി, മൂന്നാർ, ആലപ്പുഴ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ തെയ്യം കാണുന്നതിന്റെയും കേരള സാരി അണിയുന്നതിന്റെയും വീഡിയോ ജ്യോതിയുടെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട്. ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന വീഡിയോയും ജ്യോതി പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ വർഷമാണ് പ്രത്യേക ക്ഷണപ്രകാരം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഇഫ്താർ ചടങ്ങിൽ പങ്കെടുത്തത്. ഈ പരിപാടിയുടെ വീഡിയോ ജ്യോതി തന്നെ പങ്കുവച്ചിട്ടുമുണ്ട്. ഈ വീഡിയോയിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ എഹ്സാൻ ഉർ റഹീം എന്ന ഡാനിഷുമായി ഇടപെടുന്നത് കാണാൻ സാധിക്കും. ഇവർ തമ്മിൽ നേരത്തെ പരിചയമുള്ളതുപോലെ തന്നെയാണ് വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഡാനിഷ് വഴിയാണ് ജ്യോതി നിർണായക വിവരങ്ങൾ ചോർത്തിയത്. മെയ് 13 ചാരവൃത്തി ആരോപിച്ച് സർക്കാർ ഡാനിഷിനെ നോൺ ഗ്രാറ്റയായി പ്രഖ്യാപിക്കുകയും പുറത്താക്കുകയും ചെയ്തിരുന്നു. 2023 പാകിസ്ഥാൻ സന്ദർശിച്ച സമയത്ത് മൽഹോത്ര ഡാനിഷുമായി അടുത്ത ബന്ധം വളർത്തിയെടുത്തിരുന്നുവെന്നും കമ്മീഷൻ ഏജന്റുമാർ വഴി വിസ നേടിയെടുത്തതായും അന്വേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. ജ്യോതിയെ നിരവധി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെടുത്തിയത് ഡാനിഷ് ആണ് എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. 2023 പാകിസ്ഥാൻ സന്ദർശിക്കുന്ന വീഡിയോ ജ്യോതി യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു. പാകിസ്ഥാന്റെ ഓരോ തെരുവോരങ്ങളിലും പോയി ജ്യോതി വീഡിയോ പകർത്തിയിട്ടുണ്ട്. പാക് ഹൈക്കമ്മീഷൻ നടത്തിയ പരിപാടിയിൽ എത്തിയ ജ്യോതിയെ സ്വീകരിക്കാൻ മുൻപിലുണ്ടായിരുന്നതും ഡാനിഷ് തന്നെയായിരുന്നു. ജ്യോതിയെ വേദിയിലേക്ക് കൊണ്ടുപോകുന്നത് ഡാനിഷ് ആയിരുന്നു. ഇവർ തമ്മിൽ നേരത്തെ തന്നെ അടുപ്പം ഉണ്ടായിരുന്നു എന്ന തരത്തിലാണ് വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഒരുക്കിയ ക്രമീകരണങ്ങൾ കണ്ട് ഡാനിഷിനോട് സന്തോഷം പ്രകടിപ്പിക്കാനും ജ്യോതി മറന്നില്ല. പരിപാടിയിൽ പങ്കെടുത്ത മറ്റതിഥികളെ ഡാനിഷ് തന്നെയാണ് ജ്യോതിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇവർ ഒരു യൂട്യൂബറും വ്ലോഗറുമാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ഡാനിഷ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. പേര് ജ്യോതി എന്നാണ് എന്നും ഇവരുടെ ചാനലിന് 1 ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നും ഡാനിഷ് പറയുന്നുമുണ്ട്. ഈ സമയത്ത് ഡാനിഷ് തന്റെ ഭാര്യയെ ജ്യോതിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അവർ പാകിസ്ഥാൻ ദേശീയ ദിനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. 2023 പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള വിസയ്ക്കായി പോയപ്പോഴാണ് ഡൽഹിയിലെ ഹൈക്കമ്മീഷനിൽ വെച്ച് ഡാനിഷിനെ ഇവർ പരിചയപ്പെടുന്നത് എന്നാണ് അന്വേഷണങ്ങളിൽ നിന്നും വ്യക്തമായത്. പാകിസ്ഥാനിൽ താമസ സൗകര്യങ്ങൾ ഒരുക്കിയത് റഹീമിന്റെ പരിചയക്കാരൻ അലി അഹ്വാൻ വഴിയായിരുന്നു. പിന്നീട് ഒരിക്കൽ കൂടി അവർ പാകിസ്ഥാനിൽ പോയി. അലി അഹ്വാൻ വഴി പാകിസ്ഥാൻ സുരക്ഷാ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരായ ഷാക്കിർ റാൻ, ഷബാസ് എന്നിവരെ പരിചയപ്പെട്ടു. ഷാക്കിറിന്റെ മൊബൈൽ നമ്പർ സംശയം തോന്നാതിരിക്കാൻ ജാഡ് രന്താവ എന്ന പേരിലാണ് ജ്യോതി സേവ് ചെയ്തിരുന്നത്. ഇന്ത്യയിലെത്തിയ ശേഷം വാട്സാപ്പ്, സ്നാപ്ചാറ്റ്, ടെലിഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി പാക് ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെട്ടു. ദേശവിരുദ്ധ വിവരങ്ങൾ കൈമാറി. ഇതിനിടയിൽ റഹീമിനെ പലതവണ കണ്ടുമുട്ടിയെന്നും ജ്യോതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്.